അറിയാമേ, നീ എന്തായി കാണിക്കുന്നത്? ഇതെങ്ങനെയുണ്ട്? എനിക്ക് ചേരുവന്നേ? ഓ, നിനക്ക് എല്ലാം ചേരും. എന്നെ കളിയാക്കുകയാണല്ലേ? എടേ, ഞാനിത് ഓരോരുത്തർക്ക് കൊടുക്കാൻ ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതുവരെ കൊടുത്തതൊക്കെ മതി. ഇനി ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് ബുദ്ധിയുണ്ടോടി? ഞാൻ പണക്കാരനായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് 10 പേരുടെ മുമ്പിൽ എനിക്ക് പേരെടുക്കും. ഈ നാട്ടിലുള്ള തെണ്ടികൾക്കൊക്കെ എന്നോട് അസൂയോ. അതിനാ പലർക്കും പലതും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ആവശ്യത്തിനുള്ള പേരൊക്കെ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. എന്റെ അറിയാമേ, അടുത്ത തവണ വരുമ്പോൾ ഇതിന്റെ ഇരട്ടി സാധനങ്ങൾ നിനക്ക് ഞാൻ കൊണ്ടുതരാം. വിമാനത്തിലല്ലേ നിങ്ങൾ യാത്ര ചെയ്യുന്നത്? തിരിച്ചു വരുമെന്ന് എങ്ങനെ അറിയും? അറിയാമേ. ഇതെന്തുവാ? ഇത് ഞാൻ തലമുടിയിലടിക്കുന്ന ടൈ ആണ്. നിന്റെ വില നരച്ചില്ലല്ലോ. നരച്ചില്ലെങ്കിൽ വേണ്ട, ഇത് ഞാൻ മുഖത്ത് തയ്ക്കും. അതങ്ങനെ കണ്ണി കണ്ടെടുത്ത് തയ്ക്കാൻ പറ്റുന്ന സാധനമല്ല. ആരാ അത്? ഞാനാടാ. അറിയാമേ, അതങ്ങ് മാറ്റിപ്പിടി, മാറ്റിപ്പിടി. പാല ഇരിക്കൂ. നന്ദി കേട്ടവനെ. പാല ഒരു മാനേഴ്സില്ല സംസാരിക്കരുത്. നിന്റെ അമ്മയുടെ മാനേഴ്സ്. അന്യനാട്ടിൽ പോയി 4 കാശുണ്ടാക്കുമ്പോ പഴയതൊക്കെ മറന്നു പോകുന്ന പല പട്ടികളെ എനിക്കറിയാം. നീ അങ്ങനെ ആയിപ്പോ കരുതിയില്ല. ബാലിനെ ഞാൻ മറന്നെന്നോ? നിനക്ക് തരാൻ ഞാൻ 2 പാന്റ് ഷർട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുക. അതെന്റെ തന്തയ്ക്കൂടി കൊടുക്കണം. വീട്ടിൽ കയറി വന്ന് വഴക്കുണ്ടാക്കരുത്. ഞങ്ങൾക്ക് 4 കാശുണ്ടായപ്പം എല്ലാവർക്കും കണ്ണുകടിയാണെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. നിർത്തടി. നീയൊക്കെ എന്ന് പണക്കാരായെന്നും പണക്കാരുമായി ബന്ധമുണ്ടായെന്ന് എനിക്കറിയാം. നീ ദൈവത്തെ മറന്നാലും കാതറിനെ മറക്കാൻ പാടില്ലായിരുന്നു. നീ ആരെന്ന് കരുതിയാടാ പെൺകുട്ടികളെ ഇവിടെ നാട്ടി ഇറക്കിയേ? ഓ, അതാണോ കാര്യം? ആ, എന്റെ ഫ്രണ്ട്സ് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ വന്ന് കയറുന്നതിന് ഒരു മര്യാദയില്ലേ? ആരാണ് നിന്റെ ഫ്രണ്ട്സ്? വെമ്പർന്നോത്തി വീട്ടിൽ നിന്ന് തല്ലി ഇറക്കി നിനക്ക് ദുബായി പോകാൻ കാശുണ്ടായി തന്നെ പുതുച്ചോറും കെട്ടി യാത്ര അയക്കാൻ അന്ന് കാതറേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കാണേണ്ട വിധത്തിൽ വന്ന് കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തേനെ. കാതറിന്റെ കാര്യത്തിൽ ബാലത്തിന് എത്ര ചൂടാകുന്നത് നിനക്കറിയില്ലേ? അവൻ തന്നെയാടാ ഞാൻ. 2 പേരുടെയും അപ്പനൊന്നല്ലല്ലോ. നായേ, അയ്യോ, എന്റെ പൊന്നു ബാലൻ സാറേ, ഞാൻ കൊല്ലും. എനിക്കറിയാൻ അല്ലാതെ വേറെ ആരുമില്ല. എന്തെങ്കിലും തെറ്റ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ പോരുന്നേ. നീ ചെയ്തതിന് എന്തെങ്കിലും പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ ബാലനല്ലാന്ന് കരുതിക്കോ. മരിയേ, ഒരു സ്മോൾ. ഓ, നോക്കി ഒരു വള്ളി പൊട്ടിയിട്ടുണ്ടോ? ബ്ലഡ് വരുന്നുണ്ടോ? അത്താഴത്തിന് പോലും പകയില്ലാത്ത നമ്മൾ എങ്ങനെയാണ് ദുബൈക്ക് പോകുന്നത്? കള്ളക്കപ്പൽ കയറിയെങ്കിലും പോണോടാ. അല്ല അതറേ, ഈ ബോസറാണ് നമ്മളെ റെപ്പായിന് ദുബായിക്ക് കൊണ്ടുപോയത്. ഇയാള് വിചാരിച്ചാൽ നിങ്ങളെയും ദുബായിക്ക് അയക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇയാളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് 2 പേർക്ക് പോകാൻ എത്ര രൂപ വേണ്ടി വരും സാർ? എന്റെ കമ്മീഷൻ കൂടാതെ 20,000 രൂപയോളം വേണം. 20,000 രൂപയോ? പിന്നെ വെറുതെ ദുബായിക്ക് പോകാൻ നോക്കുവോ? NOCയും പാസ്പോർട്ടും ഒക്കെ എടുക്കാൻ പണം വേണ്ടേ? സാദരെ, എനിക്ക് 15 സെന്റ് സ്ഥലമുണ്ട്. അത് വിറ്റിട്ട് നമുക്ക് പോകാം. അയ്യോ, അത് വേണ്ട പാല. വേണം. ആരോരുമില്ലാത്ത എനിക്ക് ആ സ്ഥലം ഉള്ളതും ഇല്ലാത്ത ഒരു പോലെയാ. വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കാതെ എങ്ങനെയെങ്കിലും പോകാൻ നോക്ക്. നിനക്ക് പ്രായമായ 2 പെമ്മക്കുള്ള അതിഥികളെ കരുതിയാണ് നമ്മൾ പറയുന്നത്. എന്റെ മക്കൾക്ക് വേണ്ടി ബാലന്റെ കിടപ്പാടം വിൽക്കാനോ? എനിക്ക് 2 പെൺമക്കളോ പെങ്ങന്മാരോ പ്രായമായിരുന്നാൽ ഞാൻ അവരെ കെട്ടിച്ചയക്കണം. ആ സ്ഥാനത്താണ് ഞാൻ നിന്റെ മക്കളെ കാണുന്നത്. നിങ്ങൾ സ്ഥലം വിറ്റ് കിട്ടാവുന്നത്ര പണം ഉണ്ടാക്കി. എന്തെങ്കിലും പോരായി വന്നാൽ നാട്ടുകാരെന്ന നിലയിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷെ കാശുകാരായി തിരിച്ചു വരുമ്പം റപ്പായിയെ പോലെ നിങ്ങൾ നന്ദികേട് കാണിക്കില്ല. അത് ജമ്മത്തുണ്ടാവില്ല. പണം റെഡിയായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ എന്റെ ഓഫീസിൽ വരണം. വരാം സാർ. പിന്നെ ഒരു കാര്യം, ഈ വേഷത്തിൽ വന്നാൽ ഫോട്ടോ എടുക്കാൻ ഒക്കില്ല. പാന്റും ഷർട്ടും ഇട്ട് വേണം വരാൻ. അതൊക്കെ നമ്മൾ വേണ്ടപോലെ ചെയ്തോളൂ സാഹിബേ. എന്നാ ഞാൻ പോണു. ഓഫീസിലേക്ക് വന്നേക്കണം. എന്താണ് കാതറേ, എല്ലാം ശരിയായിട്ടും അണ്ണാനെ കളഞ്ഞ മാങ്ങണ്ടി പോലെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്?
ഒന്നുമില്ല മുല്ല. പിന്നെ ഞാനും ബാലനും ഈ നാട്ടിൽ നിന്ന് പോയാൽ എന്റെ സൈനബയ്ക്കും നബീസയ്ക്കും പിന്നെ ആരുണ്ടാവും? നമ്മളുണ്ടാവും. അത് നിങ്ങളെ കണ്ണിന്റെ കണ്ണായിട്ട് നമ്മൾ നോക്കൂ. 4 പേര് പോരെ, നന്നായിട്ട് തിരിച്ചു വന്നാ മതി. അത് ഞമ്മക്ക് കണ്ടാ മതി. ശരി മുല്ലാക്ക. എല്ലാം ശരിയാവൂടെ? ധൈര്യമായിട്ട് വാ. നിങ്ങൾ കരയരുത്. സന്തോഷത്തോടെ ഇല്ലാത്ത ഞങ്ങൾക്ക് ഇതുവരെ ബാപ്പ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങള് തനിച്ചായി. മക്കളെ, ബാപ്പ എവിടെയായിരുന്നാലും ബാപ്പയുടെ മനസ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും മുല്ലാക്ക. എന്റെ 2 കണ്ണുകളെയും ഞാൻ ഇവിടെ ആക്കിയിട്ടാണ് പോകുന്നത്. ഈ കണ്ണുകളെ നമ്മൾ ഉയരായിട്ട് നോക്കിക്കോളാം കാതറ്. മുല്ലാക്ക, വെപ്പായേക്കാൾ വലിയവരായിട്ട് ഞങ്ങൾ മടങ്ങി വരും. എന്നിട്ട് വേണം എനിക്ക് എന്റെ മക്കളുടെ നിക്കാഹ് നടത്താൻ. എന്താ ഇത്? സമയമാവുന്നു. വാ, നമുക്കിറങ്ങാം. മക്കളെ, ഞങ്ങൾ പോയിട്ട് വരട്ടെ. നബീസ, നിനക്ക് സൈനബയും സൈനബയ്ക്ക് നീയും മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മ വേണം. വാ, പോകാം. ഇതെന്തൊരു വലിയ പട്ടണമാണ്. ദുബായ് ഇതിനും വലിയ പട്ടണമാ. നീ കണ്ടിട്ടില്ല? ഒന്ന് കാണണം. നിങ്ങൾ ഇവിടെ നിൽക്കണം. പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ ശരിയാക്കി ഞാൻ ഉടനെ വരാം. അല്ല, ഇത് വിമാനത്താവളമല്ലല്ലോ സർ? അല്ല, ഇവിടെയൊന്നും വിമാനം കാണുന്നില്ലല്ലോ. എന്റെ മണ്ടന്മാരെ, ഇവിടെ നിന്ന് 2 കിലോമീറ്റർ പോയാൽ സാന്താക്ലോസ് വിമാനത്താവളമാണ്. നിങ്ങളെ അവിടെ കൊണ്ട് നിർത്തിയാൽ ആള് ബഹളത്തിനിടയിൽ ഞാനിങ്ങനെ കണ്ടുപിടിക്കും. അത് സാരമില്ല, സാറിന് ഞങ്ങൾ കണ്ടുപിടിക്കും. അത് വേണ്ട ബാല, സാറ് പറഞ്ഞതനുസരിക്കാം. എന്നാ സാറ് പോയിട്ട് വാ. ശരി, ഞാൻ പോയിട്ട് വരാം. ഇവിടെ തന്നെ നിന്നോണം, അനങ്ങി പോരുത്. വേഗം വരണം കേട്ടോ. ഉടനെ വരാം.